ഹായ്, ഇനി നമുക്ക് എടുക്കാനുള്ളത് രണ്ട് ചെറിയ ടോപ്പിക്കാണ്. ഒന്ന് മെക്കാനിസം ഓഫ് തൈറോയ്ഡ് ഹോർമോൺ സെക്രീഷനും രണ്ടാമത്തത് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. രണ്ടും സെപ്പറേറ്റ് വീഡിയോ ആക്കുക, അപ്പോൾ കുട്ടി വീഡിയോ. ഓക്കെ, ദെൻ ഇതിൻ്റെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ മെക്കാനിസം ഏകദേശം സ്റ്റിറോയ്ഡ് ഹോർമോണിൻ്റെ മെക്കാനിസമായിട്ട് സെയിമാണ്. സ്റ്റിറോയ്ഡ് ഹോർമോണിൻ്റെ മെക്കാനിസം തൈറോയ്ഡ് ഹോർമോണിൻ്റെ മെക്കാനിസം ഏകദേശം സെയിമാണ്. ഓക്കെ, ഇനി ഇത് രണ്ടും എങ്ങനെ ആക്ട് ചെയ്യാം? ഇൻട്രാ സെല്ലുലാർ റിസപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഇൻട്രാ സെല്ലുലാർ റിസപ്റ്ററായിട്ട് എന്താവും? ബൈൻഡ് ചെയ്യും. ഓക്കെ, ഇൻട്രാ സെല്ലുലാർ റിസപ്റ്ററായിട്ട് ആര് ബൈൻഡ് ചെയ്യും? തൈറോയ്ഡ് ഹോർമോൺ ബൈൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഇതിൻ്റെ മെക്കാനിസം നടക്കുക. സോ ഫസ്റ്റ് നമുക്ക് മെക്കാനിസത്തിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ T4 ആയിക്കോട്ടെ T3 ആയിക്കോട്ടെ, ഇത് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ അതെന്താണ്? ആക്റ്റീവ് റോസാണ്, എനർജി ആവശ്യമുണ്ട്. ഈ മെജോറിറ്റി T4 എന്തായിട്ട് മാറും? T3 ആയിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ട എൻസൈം 5' ഡീഅയോഡിനേസ്. എന്തുകൊണ്ടാണ് 5 എന്ന് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ സിന്തസിസിൻ്റെ മെക്കാനിസം പഠിച്ചോളി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ T3 ഇനി ആരുമായിട്ട് ബൈൻഡ് ചെയ്യണം? തൈറോയ്ഡ് ഹോർമോൺ റിസപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്യണം. ഓക്കെ, തൈറോയ്ഡ് ഹോർമോൺ റിസപ്റ്റർ എവിടെയാണ് ഉണ്ടാവുക? ഇത് ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. കുറച്ച് വലിയ ന്യൂക്ലിയസ് ആയിക്കോട്ടെ. ഈ ന്യൂക്ലിയസിൻ്റെ പുറത്ത് എന്തുണ്ടാവും? തൈറോയ്ഡ് ഹോർമോൺ റിസപ്റ്റർ ഉണ്ടാവും. തൈറോയ്ഡ് ഹോർമോൺ റിസപ്റ്റർ. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആരുണ്ട്? DNA. ഓക്കെ, DNA അടുത്ത് ആരുണ്ട്? തൈറോയ്ഡ് ഹോർമോൺ റിസപ്റ്റർ എലമെൻ്റ് ഉണ്ട്. സോ ആരുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യും? തൈറോയ്ഡ് ഹോർമോൺ റിസപ്റ്റർ എലമെൻറ്റ്. അപ്പോൾ ആരുടെ ആക്ടിവിറ്റി മൂലം? RNA പോളിമറേസിൻ്റെ ആക്ടിവിറ്റി മൂലം എന്തുണ്ടാവും? ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് mRNA. ഇപ്പോൾ mRNA ട്രാൻസ്ക്രിപ്റ്റ് ആയാൽ എന്ത് സംഭവിക്കും? mRNA എന്തിനാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്? പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ നടക്കും, പിന്നെ ട്രാൻസ്ലേഷൻ നടന്നാൽ പ്രോട്ടീൻ ഉണ്ടാവും. പ്രോട്ടീൻ ഉണ്ടായാൽ പ്രോട്ടീൻ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? ഒന്ന്, എൻസൈം സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സെല്ലിൻ്റെ ഫങ്ഷൻസിന് ഹെൽപ്പ് ചെയ്യും. റെഡി അല്ലേ? ഇനി ഈ എൻസൈമിനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപകാരം ഉണ്ടാവും? സോഡിയം പൊട്ടാസ്യം ATPaseൻ്റെ ആക്ടിവിറ്റി എന്താക്കും? കൂട്ടും. പിന്നെയോ മൈറ്റോകോൺട്രിയൻ്റെ എമൗണ്ട് കൂട്ടും. അതേ സമയത്ത് ആരെയും കൂട്ടും? റെസ്പിറേറ്ററി എൻസൈമിൻ്റെ എമൗണ്ട് കൂട്ടും. പിന്നെയോ മറ്റ് ചില എൻസൈംസിൻ്റെയും കൂടി അളവ് കൂട്ടും. ഇത് മൂന്നും കൂടി എന്ത് സംഭവിക്കും? മൈറ്റോകോൺട്രിയ കൂടിയാൽ അതിലെ ടോട്ടൽ എന്ത് കൂടും? ഓക്സിജൻ കൺസംഷൻ കൂടൂലേ? എന്തിനാണ് ഓക്സിജൻ കൺസംഷൻ ചെയ്യുന്നത്? നമ്മളെ ബോഡിയിലെ മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ നടക്കണം. അപ്പം ബേസൽ മെറ്റബോളിക് റേറ്റ് എന്താവും? കൂടും അല്ലേ? അപ്പോൾ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുമ്പോൾ നമ്മളെ ബോഡീൻ്റെ ഹീറ്റും എന്താവും? സ്വാഭാവികമായിട്ട് കൂടും. ഇത്ര ചെറിയൊരു മെക്കാനിസം ഒന്നുകൂടെ പറഞ്ഞേ. ഫസ്റ്റ് T4 സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറും, അതൊരു ആക്റ്റീവ് പ്രോസസ്സാണ്. 5' ഡീഅയോഡിനേസ് വെച്ചിട്ട് T4 എന്താവും? T3 ആവും അല്ലേ? T3 തൈറോയ്ഡ് ഹോർമോൺ റിസപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്യും. തൈറോയ്ഡ് ഹോർമോൺ റിസപ്റ്റർ എവിടെയുള്ളത്? ന്യൂക്ലിയസിൻ്റെ സെൽ മെംബ്രെയിൻ്റെ മുകളിലുള്ളത്. അത് ഉള്ളിലോട്ടേക്ക് എന്താവും? പോയിട്ട് തൈറോയ്ഡ് ഹോർമോൺ റിസപ്റ്റർ എലമെൻറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ടോ RNA പോളിമറേസിൻ്റെ ഹെൽപ്പ് വഴി ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് mRNA നടക്കും. പിന്നെ ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻ ഉണ്ടാവും. പ്രോട്ടീൻ രണ്ടെണ്ണം, ഒന്ന് എൻസൈം സിന്തസിനും രണ്ടാമത്തത് സെൽ ഫംഗ്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. എൻസൈം സിന്തസിസ് എന്തിനൊക്കെ കാരണമാവും? മൈറ്റോകോൺട്രിയ കൂടാൻ കാരണവും, അതേസമയം തന്നെ റെസ്പിറേറ്ററി എൻസൈം കൂടാൻ കാരണവും, സോഡിയം പൊട്ടാസ്യം ATPaseൻ്റെ ആക്ടിവിറ്റി കൂടാൻ കാരണവും, മറ്റ് ചില എൻസൈമിൻ്റെ അളവ് കൂടാൻ കാരണവും. ഇനി ഇതെല്ലാം കൂടി ടോട്ടലി എന്ത് സംഭവിക്കും? മൈറ്റോകോൺട്രിയ റെസ്പിറേറ്ററി എൻസൈം ഒക്കെ കൂടി എന്ത് സംഭവിക്കും? ഓക്സിജൻ കൺസപ്ഷൻ കൂടും, ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടും. ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടിയാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ബോഡി ഹീറ്റ് കൂടും. നമ്മളെ അഡൽട്ട് എടുക്കുവാണെങ്കിൽ ഏകദേശം എല്ലാ സെല്ലിലും എന്തുണ്ട്? തൈറോയ്ഡ് ഹോർമോണിനെ റിസപ്റ്ററായിട്ടുള്ള സാധനങ്ങളുണ്ട്. എന്നാൽ 2 എക്സെപ്ഷൻ പറയുന്നുണ്ട് ടെക്സ്റ്റിൽ. എന്തൊക്കെയാണ്? ഫ്യൂ എക്സെപ്ഷൻ. ഇതില്ലാത്ത തൈറോയ്ഡ് ഹോർമോൺ റിസപ്റ്റർ ഇല്ലാത്ത 2 എക്സെപ്ഷൻ സിമ്പിളാണ്. അഡൽട്ടിൻ്റെ ഒന്ന് ബ്രെയിന്, രണ്ടാമത്തെ ഗൊണാഡ്സ്. ഇത് രണ്ടും അല്ലാത്ത ബാക്കി എല്ലാ ടിഷ്യൂസിലും ഓർഗൻസിലും എന്തുണ്ട്? തൈറോയ്ഡ് ഹോർമോണിനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന റിസപ്റ്റർ ഉണ്ട്. പിന്നെയോ നമ്മുടെ ചെറിയ കുട്ടികളിലും ഇൻഫാൻസിലും
അവരുടെ ന്യൂറോൺസ് ഭയങ്കര സെൻസിറ്റീവാണ്. ന്യൂറോൺസ് ഭയങ്കര സെൻസിറ്റീവാണ് ആയിരിക്കും തൈറോയ്ഡ് ഹോർമോൺ ഭയങ്കര സെൻസിറ്റീവാണ് ഇൻഫാൻറ്റിലും ചിൽഡ്രനിലും. എന്നാൽ അഡൽട്ടിൽ അത്ര സെൻസിറ്റിവിറ്റി ഇല്ല. അത് എന്തുകൊണ്ടാണ് അതിൻ്റെ മെക്കാനിസം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അറിയില്ല. അൽഹംദുലില്ലാ ഹൈർ. ഓക്കെ, ദെൻ അപ്പോൾ മെയിനായിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്, T3 ആയിക്കോട്ടെ T4 ആയിക്കോട്ടെ ഇതിലേക്ക് എൻ്റർ ചെയ്യും. ഇതിലെ മെജോറിറ്റി T4 എന്തായിട്ട് മാറും, T3 ആയിട്ട് മാറും. പിന്നെയോ ഈ തൈറോയിഡ് ഹോർമോൺ റിസപ്റ്ററിൽ വന്ന് പിന്നെ തൈറോയിഡ് റിസപ്റ്റർ എലമെൻറ്റിലേക്ക് വരുന്നുണ്ടല്ലോ, അതിന് വയ സിങ്ക് ഫിംഗേഴ്സ് എന്ന് പറയാം. വയ സിങ്ക് ഫിംഗേഴ്സ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ, വയ സിങ്ക് ഫിംഗേഴ്സ്. അത് ശരിക്കും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് പഠിക്കാനില്ല കേട്ടോ. സിങ്ക് ഫിംഗർ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഒരു ക്ലാസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ്. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ അതിൽ ഫിംഗർ ലൈക്ക് പ്രോട്ടീനാണുള്ളത്, അതുകൊണ്ട് ആ പേര് വന്നു. ഫിംഗർ ലൈക്ക് പ്രോട്ടീൻ എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഫിംഗർ ലൈക്ക് പ്രോട്ടീൻ ഡൊമൈൻസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ചില സ്പെസിഫിക് ആയിട്ടുള്ള ഡി എൻ എയിലെ ചില സ്പെസിഫിക് ഡൊമൈൻസ് ഓഫ് DNA സീക്വൻസ് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിംഗർ ലൈക്ക് പ്രോട്ടീൻ ഉപയോഗിക്കും. അതിനാണ് എന്ത് പറയുക, സിങ്ക് ഫിംഗർ പ്രോട്ടീൻസ്. അപ്പോൾ നമുക്ക് അതിൽ മെയിനായിട്ട് പറയാനുള്ളത് എന്താ, തൈറോയിഡ് ഹോർമോൺ റിസപ്റ്റർ എലമെൻസുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ആരെ ഹെൽപ്പ് ഉണ്ട്, വയ സിങ്ക് ഫിംഗേഴ്സ് പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ എന്താവും, ട്രാൻസ്ലേഷൻ ഓഫ് DNA ഉണ്ടായാൽ എന്ത് സംഭവിക്കും, ട്രാൻസ്ലേഷനും കൂടി എന്ന് വിചാരിക്കും. ഇപ്പോൾ ട്രാൻസ്ലേഷൻ കൂടി, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടും, mRNA ട്രാൻസ്ക്രിപ്ഷൻ കൂടൂലേ. ട്രാൻസ്ലേഷൻ ഓഫ് DNA കൂടുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് mRNA കൂടും. ഇപ്പോൾ ടോട്ടലായിട്ട് എന്ത് സംഭവിക്കുന്നത്, mRNA കൂടിയാൽ സെല്ലിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ്റെ അളവ് കൂടൂലേ, പ്രോട്ടീൻ കൂടും. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മളെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ഗ്രോത്തിൻ്റെ സ്റ്റിമുലേറ്റ് ഉണ്ട്. പിന്നെ ഇൻട്രാസെല്ലാർ എൻസൈം സിന്തസിസ് കൂടും, മൈറ്റോകോൺട്രിയ കൂടും, സോഡിയം പൊട്ടാസ്യം ATPase ആക്ടിവിറ്റി കൂടും. പിന്നെ അങ്ങനെ സോഡിയം പൊട്ടാസ്യം ATPase ആക്ടിവിറ്റി കൂടിയാൽ നമ്മൾ സെല്ലുലാർ ഓക്സിജൻ കൺസംഷൻ കൂടും, മൈറ്റോകോൺട്രിയൽ ആക്ടിവിറ്റി കൂടും, ജനറൽ മെറ്റബോളിസം കൂടും, ബോഡി ഹീറ്റ് കൂടും. ടോട്ടലി ഇത്രയാണെന്ത് മെക്കാനിസം ഓഫ് ആക്ഷൻ. ജസ്റ്റ് ഈ ഒരു ഫിഗർ പഠിച്ച് കഴിയുമ്പോഴേക്ക് നമ്മളെ മൊത്തം മെക്കാനിസം കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു.